പഠനത്തോടൊപ്പം നമ്മൾ എല്ലാ ആക്ടിവിറ്റീസും എക്സ്ട്രാ കൊടുക്കുന്നുണ്ട്. ടീച്ചേഴ്സ് ഒക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആണ് കുട്ടികളോട്. ഒരു കുട്ടിയുടെ അച്ചടക്കത്തോടു കൂടി വളരാനും പിന്നെ ടീച്ചർമാരുടെ കാര്യങ്ങളൊക്കെ എനിക്ക് ആദ്യം തന്നെ അറിയാം. നമ്മുടെ അടുത്ത വീട്ടിലെ ആളുകളൊക്കെ ഇവിടെ ഉണ്ട്. പക്ഷെ ഇപ്പോൾ കുട്ടികൾ അത്രയും നല്ല രീതിയിൽ ഈ സ്കൂളിൽ നോക്കുന്നു, അവർ സംരക്ഷിക്കുന്നു. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. പുതിയ പുസ്തകങ്ങളുടെ സുഗന്ധവും പുതിയ കൂട്ടുകാരെ കണ്ടെത്താനുള്ള കൗതുകവും നിറഞ്ഞ മുഖങ്ങളുമായി കുരുന്നുകൾ വീണ്ടും വിദ്യാലയ മുറ്റങ്ങളിലേക്ക്. അറിവും സംസ്കാരവും കൈകോർക്കുന്ന പുതിയ അധ്യയന വർഷത്തിന് തുടക്കം കുറിച്ച് പെരിന്തൽമണ്ണ ശ്രീ വള്ളുവനാട് വിദ്യാഭവനിൽ പ്രവേശനോത്സവം ആഘോഷമായി സംഘടിപ്പിച്ചു. പുതുവർഷ പഠനയാത്രയ്ക്ക് തുടക്കം കുറിച്ചാണ് പെരിന്തൽമണ്ണ ശ്രീ വള്ളുവനാട് വിദ്യാഭവനിൽ പ്രവേശനോത്സവം വർണ്ണാഭമായി സംഘടിപ്പിച്ചത്. പുതിയ യൂണിഫോമുകളിലും പഠനോത്സാഹത്തിലും സ്കൂളിലെത്തിയ കുരുന്നുകളുടെ ചിരികളും ആഘോഷങ്ങളും നിറഞ്ഞ അന്തരീക്ഷമാണ് വിദ്യാലയത്തിലുടനീളം അനുഭവപ്പെട്ടത്. വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും അധ്യാപകരെയും ഒരുമിപ്പിച്ച ചടങ്ങ് ശ്രദ്ധേയമായി. ജില്ലാ സംയോജക് BVN സജിത് കുമാർ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്ത് ഉദ്ഘാടന ദിന സന്ദേശം നൽകി. മണികണ്ഠൻ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. പ്രിൻസിപ്പൽ P. ഹരിദാസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പുതിയ കൂട്ടുകാർക്കും അധ്യാപകർക്കുമൊപ്പം സന്തോഷം പങ്കുവെച്ച് കുട്ടികൾ പുതിയ അധ്യയന വർഷത്തെ വരവേറ്റു. വിദ്യാഭ്യാസത്തിനൊപ്പം അച്ചടക്കത്തിനും സാംസ്കാരിക മൂല്യങ്ങൾക്കും പ്രാധാന്യം നൽകുന്ന സ്ഥാപനമെന്ന നിലയിലാണ് ശ്രീ വള്ളുവനാട് വിദ്യാഭവൻ രക്ഷിതാക്കളുടെ വിശ്വാസം നേടിയിരിക്കുന്നത്. കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിനും വ്യക്തിത്വ വളർച്ചയ്ക്കും പ്രാധാന്യം നൽകുന്ന പഠനരീതിയും അധ്യാപകരുടെ കരുതലോടെയുള്ള സമീപനവും രക്ഷിതാക്കൾ എടുത്തു പറയുന്നു. ചേർക്കാൻ കാരണം ഇതൊക്കെ തന്നെയാണ്. നല്ല അന്തരീക്ഷമാണ്. ടീച്ചേഴ്സ് ഒക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആണ് കുട്ടികളോട്. വീട്ടിലൊരാളെ പോലെ തന്നെയാണ്. അപ്പോ അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ തന്നെ ചൂസ് ചെയ്തു. പൊതുവെ ഇവിടുത്തെ പഠനാന്തരീക്ഷവും കാര്യങ്ങളും ആദ്യം തന്നെ ഞാൻ അറിഞ്ഞിരുന്നു. പിന്നെ അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങോട്ട് ചേർക്കാനുള്ള ഒരു കാരണം ആയിട്ടുള്ളത്. കാരണം ഒരു അച്ചടക്കം കാര്യങ്ങൾ, പിന്നെ കുറച്ചുകൂടി ഒരു മതപഠനം കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതൊന്നും കാര്യങ്ങൾക്കായിട്ട് ഒരു കുട്ടിയുടെ അച്ചടക്കത്തോടു കൂടി വളരാനും പിന്നെ ടീച്ചർമാരുടെ കാര്യങ്ങളൊക്കെ എനിക്ക് ആദ്യം തന്നെ അറിയാം. നമ്മുടെ അടുത്ത വീട്ടിലെ ആളുകളൊക്കെ ഇവിടെ ഉണ്ട്. അതുകൊണ്ടും കൂടിയാണ് ചേർത്തിരിക്കുന്നത്. എൻ്റെ മോൾ ഇവിടെ PKG മുതൽ ഇവിടെ പിന്നെ ജോയിൻ ചെയ്തിപ്പം ഫസ്റ്റ് സ്റ്റാൻഡേർഡിലാണ്. ഭാരതീയ സംസ്കാരത്തിന്റെ നമ്മളെ കൾച്ചറും അതുപോലെ തന്നെ നമ്മളുടെ പിന്നെ ഹൈന്ദവ സംസ്കാരത്തിന്റെ എല്ലാ ഇതുകളും നമുക്കിവിടെ അനുഭവിക്കാൻ സാധിക്കുന്നുള്ളതാണ്. അതായത് ഈ ഓടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയമാണല്ലോ, പാരൻസിനും സമയമില്ല. വീട്ടിലാണെങ്കിൽ പഴയ പോലെ നമ്മളൊന്നും ജീവിച്ചു വന്ന സാഹചര്യം പോലെ അല്ല. പക്ഷെ ഇപ്പോൾ കുട്ടികൾ അത്രയും നല്ല രീതിയിൽ ഈ സ്കൂളിൽ നോക്കുന്നു, അവർ സംരക്ഷിക്കുന്നു. അവർക്കെല്ലാം നമ്മളുടെ ഭാരതത്തിന്റെ സംസ്കാരം എന്താണ്, ഹൈന്ദവ സംസ്കാരം എന്താണ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി പറഞ്ഞു കൊടുക്കുക. അതേപോലെ ശ്ലോകങ്ങളൊക്കെ പഠിപ്പിക്കുക. അങ്ങനെ എല്ലാം കൂടി കുട്ടിക്ക് നല്ലൊരു ഭാവി വാഗ്ദാനം ചെയ്യുന്ന ഒരു സ്കൂളാണ്. അതുകൊണ്ട് തന്നെയാണ് വള്ളുവനാട് സ്കൂളിൽ ചേർക്കാനുള്ള കാരണം. വിദ്യാഭ്യാസ രീതി തന്നെ സമ്പ്രദായം വളരെ മെച്ചപ്പെട്ടതും വളരെ അനുകൂലമുള്ളതായതാണ്. നമ്മളുടെ മുൻ തലമുറയിലെ കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു സ്വഭാവ രൂപവൽക്കരണം നമുക്ക് ഈ ഒരു വിദ്യാലയത്തിൽ നിന്ന് ലഭിക്കും എന്നൊരു ഉത്തമ വിശ്വാസത്തോടു കൂടി തന്നെയാണ് ഞാൻ ഈ ഒരു വിദ്യാലയത്തിൽ ചേർത്തതും ഇങ്ങനെ ഒരു അറിവ് ലഭിച്ചതും അങ്ങനെ തന്നെയാണ്. ഞാൻ ഒരു പ്രൗഡ് പാരന്റ് ആയിട്ടാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ ഞാൻ ഈ വിദ്യാലയത്തിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയും കൂടിയാണ്. ഞാൻ പഠിച്ചു വളർന്ന അതേ ഒരു സാംസ്കാരിക മൂല്യം എൻ്റെ മകനും കിട്ടണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ എൻ്റെ മകനെ വള്ളുവനാട് വിദ്യാഭവനിൽ തന്നെ പഠിപ്പിക്കാൻ ആഗ്രഹിച്ചത്. മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസവും അക്കാദമിക മികവും ഒരുമിപ്പിച്ചാണ് ശ്രീ വള്ളുവനാട് വിദ്യാഭവന്റെ പ്രവർത്തനം. ഈ അധ്യയന വർഷത്തിൽ 100 കണക്കിന് പുതിയ വിദ്യാർത്ഥികളാണ് സ്കൂളിൽ പ്രവേശനം നേടിയിരിക്കുന്നത്. പഠനത്തിനൊപ്പം കുട്ടികളുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് കരാട്ടെ, കളരി, വുഷു, സംഗീതം, നൃത്തം, ചെസ്, ഡ്രോയിങ്, സ്കേറ്റിംഗ് തുടങ്ങി വൈവിധ്യമാർന്ന പരിശീലന പരിപാടികളും വിദ്യാലയം ഒരുക്കുന്നുണ്ട്. ഭാരതീയ സംസ്കാരവും മൂല്യങ്ങളും പരിചയപ്പെടുത്തുന്നതിനൊപ്പം സാമൂഹിക പ്രതിബദ്ധതയും രാജ്യസ്നേഹവും വളർത്തുന്ന വിദ്യാഭ്യാസ രീതിയാണ് വിദ്യാഭവനിലുള്ളത്. യോഗയും സംഗീതവും ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ പഠനത്തിന്റെ ഭാഗമാക്കിയതിലൂടെ വിദ്യാർത്ഥികളുടെ ശാരീരികവും മാനസികവുമായ വളർച്ചയ്ക്കും പ്രാധാന്യം നൽകുന്നുണ്ടെന്ന് പ്രിൻസിപ്പൽ P. ഹരിദാസ് വ്യക്തമാക്കി. നമ്മുടെ സ്കൂളിനെ ശ്രീ വള്ളുവനാട് വിദ്യാഭവനെ സംബന്ധിച്ചിടത്തോളം എവരി ഇയർ എല്ലാ വർഷവും നമുക്കൊരു പുതിയ അധ്യയന വർഷമായിട്ടാണ് നമ്മൾ കാണുന്നത്. ഒരുപാട് പുതിയ ഇന്നോവേഷൻസും പുതിയ വിദ്യാഭ്യാസ രീതികളും പുതിയ എന്തെങ്കിലും എല്ലാ വർഷവും നമ്മൾ സ്കൂളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ പാരൻസിൻ്റെ ഭാഗത്തു നിന്നും നാട്ടുകാരുടെ ഭാഗത്തു നിന്നും നമ്മുടെ സ്കൂളിനോട് വളരെ സ്വീകാര്യതയാണ്. ഈ വർഷം നമുക്ക് ഏകദേശം 200ഓളം പുതിയ കുട്ടികൾ നമ്മുടെ സ്കൂളിൽ അഡ്മിഷൻ എടുത്തിട്ടുണ്ട്.
നമുക്ക് ടോട്ടൽ അഡ്മിഷനിൽ ഈ വർഷം നല്ല സ്ട്രെങ്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ ഫൈനൽ കണക്ക് എടുത്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പിന്നെ നമ്മുടെ സ്കൂളിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഈ ഒരു മലപ്പുറം മേഖലയിൽ ഒരു ക്വാളിറ്റി എഡ്യൂക്കേഷനോട് കൂടെ സാംസ്കാരിക വിദ്യാഭ്യാസവും കൊടുക്കുന്ന ഏക വിദ്യാഭ്യാസ സ്ഥാപനമാണ്. നമ്മൾ ഭാരതീയമായ മൂല്യങ്ങളും അതിൻ്റെ സംസ്കാരവും അതുമായിട്ട് ബന്ധപ്പെട്ട ആചാരങ്ങളൊക്കെ നമ്മൾ ഒരു അഡീഷണൽ ആയിട്ട് ഇവിടെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് അക്കാദമിക് എക്സലൻസ് കൊടുക്കുക എന്നതിൻ്റെ കൂടെ തന്നെ അവരെ നല്ലൊരു വ്യക്തികളാക്കിയിട്ട് വളർത്തുക, രാജ്യസ്നേഹമുള്ള, സർവീസ് മൈൻഡഡ് ആയിട്ടുള്ള, സമൂഹത്തോട് സ്നേഹമുള്ള, കടപ്പാടുള്ള, നല്ല മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന അങ്ങനത്തെ കുട്ടികളെ വാർത്തെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ വിദ്യാഭ്യാസ രീതിയുടെ ലക്ഷ്യം. കാരണം അതുകൊണ്ട് തന്നെ കുട്ടികൾ ഏത് പ്രായത്തിലായാലും മറ്റു വഴികളിലേക്കൊന്നും തിരിഞ്ഞു പോവില്ല. അവർ അവരുടെ വ്യക്തിത്വത്തിൽ ഭയങ്കര അഭിമാനമുള്ളവരായിരിക്കും. അവർ മൂല്യങ്ങളുള്ള ആൾക്കാരായിരിക്കും. അവർക്ക് അവരുടെ അച്ഛനോടും അമ്മയോടും സമൂഹത്തോടും മൊത്തവും രാഷ്ട്രത്തോടും കടപ്പാടുള്ള ആൾക്കാരായിരിക്കും. അതുകൊണ്ട് തന്നെ ഇന്നത്തെ സമൂഹത്തിൽ നിലനിൽക്കുന്ന മയക്കുമരുന്ന് പോലുള്ള അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊന്നും അവർ തിരിഞ്ഞു പോവില്ല. അതുകൊണ്ട് തന്നെയാണ് പാരൻസിൻ്റെ ഭാഗത്തുനിന്നും നാട്ടുകാരുടെ ഭാഗത്തുനിന്നൊക്കെ 35 വർഷമായി പ്രവർത്തിക്കുന്ന ഈ വിദ്യാലയത്തിന് തുടർന്ന് എപ്പോഴും കിട്ടുന്ന ആ പിന്തുണയുടെ ഒരു റിഫ്ലക്ഷനാണ് നമ്മുടെ ഇവിടെ കുട്ടികളുടെ സ്ട്രെങ്ത് വർദ്ധിക്കുന്നത്. പഠനത്തോടൊപ്പം നമ്മൾ എല്ലാ ആക്ടിവിറ്റീസും എക്സ്ട്രാ കൊടുക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ ഒരു ദിവസം 2 മണിക്കൂർ വീതം നമ്മളിവിടെ കരാട്ടെ, ഉഷു, കളരി, മ്യൂസിക്, ഡാൻസ്, പിന്നെ ചെസ്സ്, പിന്നെ ഡ്രോയിങ്, അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ്, സ്കേറ്റിംഗ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ വാദ്യകലകൾ അത് പരിശീലിപ്പിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അത് എക്സ്ട്രാ ആയിട്ട് കൊടുക്കുന്നതാണ്. അതല്ലാതെ ഡേ ടു ഡേ സ്കൂളിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മൾ യോഗ കമ്പൽസറി ആണ്. പിന്നെ അതേപോലെ സംഗീതവും കമ്പൽസറി ആയിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ, നമ്മുടെ ശാരീരിക ക്ഷമത വർദ്ധിപ്പിക്കാനുള്ള അവരുടെ വിവിധ പ്രവർത്തനങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ അഡീഷണൽ ആയിട്ട് കൊടുക്കുന്നതാണ്. SSLC, +2 പരീക്ഷകളിൽ മികച്ച വിജയനിലവാരം തുടർച്ചയായി നിലനിർത്തുന്ന വിദ്യാലയം അക്കാദമിക രംഗത്തും ശ്രദ്ധേയമായ നേട്ടങ്ങളാണ് കൈവരിക്കുന്നത്. പുതിയ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായി വിദ്യാലയ കവാടം കടന്നെത്തിയ കുരുന്നുകൾക്ക് അറിവിന്റെയും അനുഭവങ്ങളുടെയും പുതിയ ലോകം തുറന്നുകൊടുത്താണ് ശ്രീ വള്ളുവനാട് വിദ്യാഭവനിലെ പ്രവേശനോത്സവം സമാപിച്ചത്. ചടങ്ങിൽ മാനേജർ K. കൃഷ്ണകുമാർ, അക്കാദമിക് കോർഡിനേറ്റർ ശാലിനി, സെക്കൻഡറി ഫാക്കൽറ്റി സെക്ഷൻ ഹെഡ് വിദ്യാലക്ഷ്മി, അധ്യാപകർ, രക്ഷിതാക്കൾ, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ചാനൽ 10 പെരിന്തൽമണ്ണ. നമസ്കാരം, ഞാൻ അഖില, ഓഡിയോളജിസ്റ്റാണ്. പഠന പ്രവർത്തനങ്ങൾക്കൊപ്പം തന്നെ പാഠ്യേതര പ്രവർത്തനങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകുകയും എല്ലാ കുട്ടികൾക്കും പങ്കെടുക്കുന്നതിനുള്ള അവസരം ഒരുക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഞങ്ങളെ ശ്രീ വള്ളുവനാട് വിദ്യാഭവനിലേക്ക് ആകർഷിച്ചത്. എൻ്റെ കുട്ടിയുടെ കലാപരമായ കഴിവുകൾ വളർത്തിയെടുക്കുന്നതിൽ വള്ളുവനാട് വിദ്യാഭവൻ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ലക്ഷക്കണക്കിന് മാതാപിതാക്കളുടെ ഉറപ്പിൽ വാർത്തെടുത്ത 33 വർഷങ്ങൾ. ശ്രീ വള്ളുവനാട് വിദ്യാഭവൻ, പെരിന്തൽമണ്ണ. Celebrating 33 years of excellence in the field of education. ശ്രീ വള്ളുവനാട് വിദ്യാഭവൻ, പെരിന്തൽമണ്ണ.